നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന ആളുകളായിട്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വഴക്ക് കൂടുക. അപ്പോൾ നമ്മുടെ ഫീലിങ്സ് എത്രത്തോളം ഇൻറ്റൻസ് ആവുന്നോ അത്ര തന്നെ ഇൻറ്റൻസ് ആയിട്ട് അവരുടെ ചെറിയ ആക്ഷൻസ് നമ്മളെ ട്രിഗർ ചെയ്യും. അപ്പം പലപ്പോഴും നമ്മളിങ്ങനെ ട്രിഗേർഡ് ആവുന്ന സിറ്റുവേഷനിൽ നമുക്കൊക്കെ ഉള്ളൊരു ടെൻഡൻസിയാണ് ദേഷ്യത്തിൽ ഒരുപാട് മെസ്സേജസ് വലിയ വലിയ പാരഗ്രാഫ് ടൈപ്പ് ചെയ്യുക. എന്നാലോ ഇങ്ങനെയൊക്കെ മെസ്സേജ് ടൈപ്പ് ചെയ്താലും നമ്മൾ എക്സ്പെക്ട് ചെയ്യുക തിരിച്ചിങ്ങോട്ട് അവർ റിപ്ലൈ ചെയ്യണം. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി അവിടെ ഒരു വലിയ വഴക്ക് ഉണ്ടാക്കുക, കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുക. ഇതാണ് പലപ്പോഴും നമുക്ക് സംഭവിക്കാറുള്ള കാര്യം. അപ്പം ഇതൊരു വലിയൊരു മിസ്റ്റേക്കാണ്. ടെക്സ്റ്റിംഗ് ഒരു ഷോർട്ടസ്റ്റ് ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. സ്പീഡ് എയിം ചെയ്ത് മാത്രമുള്ളതാണ്, ഒരിക്കലും ഡെപ്ത് എയിം ചെയ്തിട്ടുള്ള കാര്യമല്ല. അപ്പോൾ ടെക്സ്റ്റിന് ഒരു ബ്ലാങ്ക് ഫീലാണ്. അവിടെ എഫക്റ്റ് ഇല്ല, വോക്കൽ ടോൺ ഇല്ല, അതിനൊരു വോയിസ് ഇല്ല, ഒരു ബ്ലാങ്ക് ഫീലാണ് തരിക. അതുകൊണ്ട് തന്നെ അപ്പുറത്തെ ആൾ എന്ത് ഇമോഷനാണ് ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അത് പലപ്പോഴും നമ്മൾ മിസ്ഇൻ്റർപ്രറ്റ് ചെയ്യാനും അവിടെ ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ വരാനും അതിൻ്റെ പേരിൽ പുതിയ വഴക്കുകൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ ടെക്സ്റ്റിൻ്റെ ഒക്കെ പുറത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഇമോജീസ് അത് അതിനേക്കാളും കാലസ് ആയിട്ടുള്ള ഇൻസെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ അത് വീണ്ടും പ്രശ്നത്തിനെ വഷളാക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതുകൊണ്ടൊക്കെ തന്നെ ടെക്സ്റ്റിങ്ങിലൂടെ നമ്മളുടെ ആ ഒരു പലപ്പോഴും ആളുകൾക്ക് ആ റിയൽ ഫീലിംഗ് പുറത്ത് കാണിക്കാൻ പറ്റില്ല. ആ ഒരു എസ്കേപ്പിസ്റ്റ് ടെൻഡൻസി, നമ്മൾ നേരിട്ടിരുന്ന് റിയൽ ഫീലിങ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഫേസ് ടു ഫേസ് നമ്മൾ ആ പ്രശ്നം സോർട്ട് ഔട്ട് ചെയ്യുന്നതിന് പകരം റിയൽ ഇമോഷൻസിനെ നമ്മളവിടെ ബൈപ്പാസ് ചെയ്യുകയാണ്. ടെക്സ്റ്റിലൂടെ ഒരിക്കലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയോ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുകയോ ചെയ്യാതിരിക്കുക. നേരിട്ട് ഫോൺ വിളിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.